ஏது சுக்கிரன் பலவிதமான சனி இருக்கு. இப்போ உங்களுக்கு மங்கு சனி. மங்கு சனி வந்தா நாயா அலையணும், புரியலையா? வட்டியா அலையணும். உங்களை ஏமாத்தின ஆளுக்கு நல்ல டைம், கோட்டீஸ்வரன் வாழ்க்கை அவனுக்கு இப்ப கிடைச்சிருக்கும். அந்த ஆள் இப்ப எங்க உണ്ടെന്ന് പറയുங்கோ. இந்த ஊர்லயே உண்டு. எங்க? அத சொல்றதுக்கு இன்னும் 50 ரூபாய் கொடுங்க. ആളെ കിട്ടിയാൽ എത്ര വേണേലും തരാം. ആ നയവഞ്ചകനെ കൊന്നു കുഴിച്ചു മൂടും. അവൻ എവിടെയുണ്ടെന്ന് പറയുങ്കോ. 50 ரூபாய் கொடுக்காம நான் சொல்ல மாட்டேன். ഉള്ള ചില്ലറ എല്ലാം പെറുക്കി തന്നില്ലടോ, പിന്നെ എവിടുന്ന് 50? அப்ப போங்கோ. சொல்லடோ. போய் அவன் பாட்டுக்கு. எங்க என்ன காட்டுக்குதா? கொன்னுடு வராஸ்கல். ஊரை விட்டு ஊரை வந்து திமிரா காட்டுற, உடந்துடுவோம் அவனை. ஓடுறது ഓടാണ്. ഇത്രേ ഉള്ളൂ. ഇത്രയൊക്കെ ആയാലും നിങ്ങൾക്ക് എന്നെ വിശ്വാസമല്ലേ? ഇനി തയ്യോ ഒറ്റ ഉറപ്പുള്ളൂ എന്റെ അടുത്ത്. മാണി വിശ്വസിച്ചാ മതി. എത്ര കൊല്ലായി? ആന്റിയുടെ ബ്ലൗസാ മമ്മി തന്നയച്ചതാ. ഉള്ളായിട്ടുണ്ടോ നോക്കിയേ. എങ്ങോട്ടാ രാവിലെ കെട്ടിയെടുക്കുന്നേ? അമ്മ എനിക്ക് അത്യാവശ്യം സെക്രട്ടേറിയറ്റ് ഒന്ന് പോണം. എങ്ങും പോകണ്ട. ഇന്ന് മുതൽ സെക്രട്ടേറിയറ്റിന് അവധിയാ. ഈ കൗണ്ടറിൽ ഇരുന്നുള്ള ഭരണമൊക്കെ മതി. അമ്മ എന്തായി പറയുന്നേ? കൗണ്ടറിൽ ഇരിക്കാൻ ഞാനൊന്നും അറിയത്തില്ലെന്ന് വിചാരിച്ചു. അമ്മേ എന്ത് പറ്റി ജേതുപിള്ളേ? എന്ത് പറ്റിയെന്നോ? എന്നും രാവിലെ സെക്രട്ടേറിയറ്റ് MLA മന്ത്രി എന്നൊക്കെ പറഞ്ഞിറങ്ങുന്നത് ആ പെണ്ണുമായിട്ട് കറങ്ങി നടക്കാനാ. ഇപ്പൊ അറിയണുള്ളൂ നിങ്ങള്. കൊറേ കാലായില്ലേ ലൈലാമജിന് കളി? നേരാണോടാ? എടാ നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? നിന്നെ ഒരു MLA ആക്കി, ഒരു മന്ത്രിയാക്കി. ആവൂല, ഒരിക്കലാവൂല. എങ്ങനെ പിള്ളങ്ങൾക്കുമാരി ഒന്നും ഉണ്ടായിപ്പോയെന്നാണ് ഞാൻ നോക്കണേ. എന്റെ രാഷ്ട്രീയ ഭാവിയെ കരുതിക്കൊട്ടി തേജോധം ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രമം ഉണ്ടല്ലോ, അത് നടക്കട്ടെ. തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. എടാ ഹിരോഷ, ഞാൻ പറയുന്നത് കേൾക്ക്. അച്ഛാ, ഞാൻ ഹിരോഷിനല്ല, ഹിരോഷിമയാണ്. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം. ഏത് സമയം പൊട്ടിത്തെറിക്കാം, എന്ത് സംഭവിക്കാം. അള്ള കാക്കട്ടെ. എടാ മോനെ, നീ എങ്ങും പോകല്ലേ. അമ്മേ, ഞാൻ എങ്ങും പോവല്ല. റോഡ് വരെ പോയിട്ട് ഇപ്പൊ വരാം. പോയിട്ട് വന്നിട്ട് എനിക്ക് 4 വാക്ക് സംസാരിക്കണം എല്ലാവരോടും, എസ്പെഷ്യലി. യെസ്. അയ്യോ, ഇന്നെന്താ ഇത്ര നേരത്തെ? ഊണ് കഴിച്ചോ? ഇല്ല. ഇനിയിപ്പോ ഇവിടെ ചോറൊന്നും ഇരിപ്പില്ലല്ലോ. അപ്പു, ഈ കുപ്പിയിലൊക്കെ ഒന്ന് വെള്ളം നിറച്ച് വെച്ചേക്ക്. അപ്പൊ ഒരു കാര്യം ചെയ്, പുറത്തു പോയി വല്ലതും കഴിക്ക്. വരുന്ന വഴിക്ക് ആ റേഷൻ കൂടെ ഒന്ന് വാങ്ങിച്ചു. ഇന്ന് ലാസ്റ്റ് ഡേയാ. അപ്പു, 3-4 തവണയായി ഒരു സ്ത്രീ ഫോൺ ചെയ്യുന്നു. ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിലെ സൂപ്പർവൈസർ അപ്പുനായരുണ്ടോ, അഡ്വൈസർ അപ്പുനായരുണ്ടോ, മറ്റേ അപ്പുനായരുണ്ടോ, മറിച്ചേ അപ്പുനായരുണ്ടോ? ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു നായരുമില്ല, ഒരു ഓഫീസറും ഇല്ല. ഞങ്ങളുടെ സഹായത്തിനായിട്ട് നിൽക്കുന്ന അപ്പു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടെന്ന് പറഞ്ഞു. അവള് തന്നെ ആയിരിക്കും. ചെന്നെടുക്ക്. എടുക്കൂട്ടി, എടുക്കടോ. ഹലോ, അവള് തന്നെയല്ലേ? 1 സെക്കൻഡ്. ഇത് വേറൊരു അപ്പുനാരുടെ കാര്യമാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. ചേച്ചി റേഷൻ കാർഡ് സഞ്ചി എടുത്തു. സഞ്ചി റേഷൻ കാർഡും. ഹലോ, ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് അഡ്രസ് കിട്ടി. ഇന്ന് തന്നെ എനിക്ക് നേരിട്ട് കാണണം. അല്ല, വരാൻ വിഷമമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ശരി, വൈകുന്നേരം 5 മണിക്ക് ഞാൻ സെൻട്രൽ പാർക്ക് കാത്തു നിൽക്കും. വന്നില്ലെങ്കിൽ ഞാൻ തീർച്ചയായും അങ്ങോട്ട് വരും. ഓക്കെ? എന്താ അവിടെ ഒരു ശബ്ദം? നിങ്ങളുടെ ജാമ്യം പറഞ്ഞ എന്താ എന്താ? ഒന്നുമില്ല. 2500 രൂപ ശമ്പളം ഞാൻ അമ്മാവനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 1500 കിട്ടും. 1000 രൂപ എടുത്തിട്ട് 500 രൂപ എനിക്ക് തരണം. പരുന്തും പ്രാവും ഒന്നും അല്ലെന്ന് ഞാൻ പറയുന്നേക്ക്. സായിപ്പന്മാർക്ക് പുട്ടും കടലയും കൊടുത്ത് ബിസിനസ് ഉണ്ടാക്കാമെന്നാണ് എന്റെ ചേട്ടൻ വല്ലഭായിയുടെ ഐഡിയ എന്ന് എനിക്കറിയാമല്ലോ. പുട്ടും കടലയും നല്ല ഐഡിയ അല്ലേ ഭായി? ഐഡിയ നല്ലതായിരിക്കും, പുട്ടും കടലയും. പക്ഷെ തനിക്ക് 300 രൂപ ശമ്പളം കിട്ടും. അനാമന തന്ത്രപ്തി നടക്കണ്ടേ? ഞാൻ ഗോവയാണ്, ഗബ്രിയേലാണെന്നൊക്കെ പറഞ്ഞ് രൂപ 2000 ഞാൻ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. താൻ കടുത്തുരുത്തിക്കാരൻ ചാക്കപ്പനാണെന്നുള്ള കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ ആകെ നാറും. ആ വല്ലഭായി ഇടപെട്ട് പാര വെച്ചാൽ പിന്നെ ഈ തെര പിടിച്ച് കടുത്തുരുത്തിക്ക് പോക്കോണ്ടാ മതി.
രാവിലെ വാങ്ങിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് അമ്മാവനെ ഏൽപ്പിക്കണം. അതായിസ്ത അമ്മാവനത് എനിക്ക് തരും. അതായിസ്ത പർച്ചേസ് ഞാൻ നടത്തും. പർച്ചേസ് മുർച്ചേസ് താൻ നടത്തണം. അതായിസ്ത അല്ല 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 അല്ല. ഈ കഴുത്തിൽ തുവാല കെട്ടിയിട്ടുള്ള പിശാചിന്തിനെ ഇയാളോട് നടക്കണേ. അനാമന തന്ത്രത്തേക്ക്. പരന്തു, എനിക്കൊരു കാര്യം ഉറപ്പായി. എന്താ? ഇവിടെ ആകെ ഒരു ചുറ്റിക്കളിയാ. ചുറ്റിക്കളി ഡി കർക്കടക. ഏ എന്താ ഇത്ര സൂക്ഷിച്ചു നോക്കണത്? ഏയ് ഒന്നുമില്ല, ശബ്ദം കേട്ടപ്പോ നോക്കിയതേ ഉള്ളൂ. വളക്കടവിൽ ശബ്ദം കേൾക്കുമ്പോ എത്തി നോക്കണത് അത്ര പന്തിയല്ലാട്ടാ. ഏയ് അതുകൊണ്ടല്ല, അങ്ങനെ ഒരു വിചാരം കൊണ്ടല്ല. കുളക്കടവിൽ ശബ്ദം കേട്ടപ്പോ നാളെ കുളിക്കണമെന്ന് കരുതി, അതുകൊണ്ട് നോക്കിയതാ. അതാ, വേറൊന്നും കരുതല്ലേ. തമ്പുരാൻ വന്ന് എത്തി നോക്ക വെച്ചാ വേറെന്ത് കരുതാനാ? വേ താങ്കൾ ഫോണിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടു. ഏതോ ഒരു ചെല്ലക്കണ്ണിന് 2 ലക്ഷം രൂപ കൊടുക്കാനുണ്ടോ? ചെല്ലക്കണ്ണ് വന്ന് ബാങ്ക് മാനേജർ, ഹോട്ടൽ ലോണിന്റെ ഇൻസ്റ്റാൾമെന്റ് ആണ്. 2 ലക്ഷം ഞാൻ തരാം. അയ്യോ അത് വേണ്ട. നോക്കൂ സാർ, എന്നെ ഒരു അന്യനായിട്ട് കാണരുത്. ഹൈദരാബാദിൽ 6 ലക്ഷം ചുമ്മാ റൂമിലിരിക്കുകയല്ലേ. അതിൽ നിന്ന് 2 ലക്ഷം എനിക്ക് അടുത്ത ആഴ്ച തിരിച്ചു തന്നാ മതി. അയ്യോ അത് വേണ്ട മിഷാനന്ദ്, പ്ലീസ് സാർ. അല്ലെങ്കിൽ ആ ഫോൺ സംസാരം ഞാൻ കേൾക്കാൻ പാടില്ലായിരുന്നു. കേട്ട സ്ഥിതിക്ക് 2 ലക്ഷം ഞാൻ തന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അല്ല അത് ഡോണ്ട് സേ നോ പ്ലീസ്. പ്ലീസ് സാർ. താങ്ക് യു മിസ്റ്റർ ആനന്ദ്. ഈ മിസ്റ്റർ ആനന്ദിലെ മിസ്റ്റർ ഒഴിവാക്കിയാൽ കൊള്ളാമായിരുന്നു. ഓഹ് ഐ ആം സോറി. ഒരു വിഷയം ഞാൻ പറയാൻ മറന്നുപോയി. പറയൂ. വട്ടി. പട്ടിയോ? പലിശ. മിസ്റ്റർ ആനന്ദ് എന്നോട് പലിശ വാങ്ങണം. അയ്യോ, ശാന്തം പാപം. സാർ, ഞാൻ ഈ പണം ബാങ്കിലിടാത്ത എന്താണെന്നറിയോ? ബാങ്കിലിട്ടാൽ അവർ എനിക്ക് പലിശ തരും. ഐ ഹേറ്റ് പലിശ, ബ്ലഡി പലിശ. സാർ പോയി ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കൂ. ഓക്കെ, താങ്ക് യു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇതിലും മോശമായിരുന്നു ഗുൽത്താർ സിംഗിന്റെ സ്ഥിതി. ഗീതാ ഗുൽത്താർ ആണെങ്കിൽ ആകെ തളർന്നുപോയി. അവര് നോർത്ത് ഇന്ത്യൻസ് അല്ലേ, ആരുണ്ട് അവർക്കിവിടെ? അവസാനം ഞാൻ ഇടപെട്ടു. മിസ്സസ് ശർമ്മജിയെ വിളിച്ചു. ഇഷ്ടം പോലെ ഡോക്ടേഴ്സും ഉണ്ട്. കാര്യങ്ങളൊക്കെ ഭംഗിയായി. ഇന്നോ നാളെ ഒന്ന് വിചാരിച്ചിരുന്ന ഗുൽത്താർ സിംഗ് 4ാമത്തെ ദിവസം ഞാൻ ചെന്നപ്പോ ദേ എഴുന്നേറ്റിരുന്ന് ചപ്പാത്തിയും ചിക്കനും കഴിക്കുന്നു. ഇതിനിടെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ആളിനെ കണ്ടപ്പോ തന്നെ എനിക്ക് അന്തരീക്ഷം പിടിച്ചില്ല. ഞാനുടനെ തന്നെ ഹോസ്പിറ്റലിൽ മാറ്റി. അല്ല, ഈ ഹോസ്പിറ്റലിൽ പോരാന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? അത് മോഹൻദാസ് പറയട്ടെ, എവിടേക്ക് വേണമെങ്കിലും മാറ്റാം. കഴിഞ്ഞ വെള്ളിയാഴ്ച ദേ തൊട്ടടുത്ത മുറിയില് നല്ല ഓടപ്പഴം പോലൊരു ചെറുപ്പക്കാരൻ എന്റെ മോന്റെ കൂടെ ജോലി ചെയ്തവനാ. ചെറിയ ഒരു പനി. രാവിലെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തി. ഉച്ച കഴിഞ്ഞ് ഒരു 3:30 ആയപ്പോൾ എന്തിനാ അധികം പറയാൻ ആളാ പോയി. ഭാര്യയും 2 കുട്ടികളും ഉള്ളവനാ. ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ സ്ഥിതി. എടോ കിളവാ, ഇത്രയും പ്രായമായാലോ എനിക്ക് എവിടെ എന്താ സംസാരിക്കേണ്ടെന്ന് അറിയില്ലേ. ഒരാളിവിടെ അത്യാസന്ന നിലയിൽ മരിക്കാൻ കിടക്കുക. അവര് മരിച്ചു, ഇവര് മരിച്ചു. അയാൾക്ക് എന്താ തോന്നുക? ആരാ ഇയാള്? എന്റെ മോന്റെ പ്രായമേ ഉള്ളു നിനക്ക്. അന്യനാട്ടിൽ ജീവിക്കാൻ വന്നിരിക്കുക. എങ്ങനെയാടാ നീ എല്ലാം ഗതി പിടിക്കുക? കിളവ കാണാകുണ വർത്താനം പറഞ്ഞ വയസ്സും പ്രായം നോക്കില്ല. നീ എന്ത് ചെയ്യാനല്ല? ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്.
രാഷ്ട്രീയ പുസ്തകം ഗർഭകാല വ്യായാമങ്ങൾ ജഗതു പിള്ളസാറിന്റെ ചൂണ്ടിയതാ. ഇത് നോക്കി ചെയ്താൽ മതി. 1-2 ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. വൃത്തിയുള്ള തറയിൽ വൃത്തിയായിട്ടിരിക്കുക, എന്നിട്ട് പിന്നോട്ട് മലരുക, 2 കാലും ഒരേപോലെ പൊക്കി തലയുടെ പിൻഭാഗത്ത് തുടങ്ങിയത് വ്യായാമത്തിലായിരുന്നു, അവസാനിച്ച വ്യായാമത്തിലല്ല. ഐറ്റം നമ്പർ 2. ഐറ്റം നമ്പർ 2 വേണ്ട, ഞങ്ങൾ രാവിലെ TV കണ്ട് ചെയ്തോളാം. അയ്യോ, അതൊന്നും കയറി ചെയ്തുകളയരുത്. അതൊക്കെ ഗർഭം ഇല്ലാത്ത സ്ത്രീകൾക്കുള്ളതാ, അപകടമാണ്. കാസർഗോഡ് ലിങ്ക് വരുമ്പം ഗർഭമുള്ള സ്ത്രീകൾക്കുള്ള വ്യായാമങ്ങൾ വരും, അപ്പൊ ചെയ്താൽ മതി. അന്നേരത്തേക്ക് ഇതുപോലെ സെറ്റപ്പ് ചെയ്ത് പോയി. സുധു ഒന്ന് പോകുന്നുണ്ടോ? അതെ, ഞാൻ പോവാ. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വരാം. വരട്ടെ. ഓക്കേ. ഡെയ്സി ആന്റിയല്ലേ ഇവിടെ കൂട്ടിന് കിടക്കുന്നത്? നിങ്ങളുടെ മറ്റേ സ്വഭാവം ഇവിടെ ഇറക്കരുത്. കൂർക്കമ്പലി അമ്മാള് കേട്ടിട്ടല്ലോ, 7 നിലയിലാ കൂർക്കമ്പലി. രാത്രി കിടന്ന് ഉറങ്ങുമ്പോ കൂർക്കം വലിക്കാതെ കട്ടുകൊണ്ട് വലിക്കോ? എന്റെ അമ്മേ, ഇതിലും ഭേദമാ കട്ടവണ്ടി. ഈശ്വര, ടിറ്റോ ഇതൊന്നും അറിയില്ലേ. വരട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. അമ്മാൾ. എടാ, സ്വന്തം കാലിൽ നിന്നിട്ട് വേണം വല്ല പെമ്പിളുടെയും വായിൽ നോക്കി നടക്കാൻ. ആ പണിക്കസാറിന്റെ കൈയും കാലും പിടിച്ചാ ജോലി ഒപ്പിച്ചതായിരുന്നു. ഒപ്പിച്ചതാണെങ്കിൽ എനിക്ക് തന്നെ കിട്ടണ്ടല്ലേ? അതെങ്ങനാ? ആ പെണ്ണിനെ കണ്ടോടുകൂടി നാക്കിറങ്ങിപ്പോയില്ലേ? അത് പിന്നെ ആരാണെങ്കിലും അങ്ങനല്ലേ സംഭവിക്കുള്ളൂ. അത് ആരുടെ കുറ്റാ? ആരുടെ കുറ്റാ? നേരത്തെ നോണ പറഞ്ഞു പിടിപ്പിക്കും ആലോചിക്കണായിരുന്നു. നേരത്തെ ഇങ്ങനെ കരുതെന്ന് ചോദിച്ചിട്ടാണ് നമ്മള്. ചെറിയ നുണവല്ലത് വരുന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു, അല്ലേ അപ്പു? ഇപ്പൊ ഉള്ളത് പറഞ്ഞതാ കുഴപ്പമായത്. ഒരു ദുർബല നിമിഷത്തിൽ സത്യം പുറത്തു വന്നു പോയതാ. ഈ പറഞ്ഞ ഒരു സത്യമാണ്. സുജാത, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എനിക്ക് ഈ സ്ത്രീകളുടെ മനഃശാസ്ത്രം വലിയ പിടിപാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. എന്റെ ഈ ദയനീയ അവസ്ഥയുടെ സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിനെ വെറുക്കുവോ? അപ്പൊ കുട്ടാ, നിനക്ക് സ്ത്രീകളുടെ മനഃശാസ്ത്രമല്ല സർവ്വശാസ്ത്രങ്ങളും അറിയാം. പക്ഷെ എവിടെയോ കാര്യമായ ഒരു ചുഴുക്കുറ്റമുണ്ട്. തലയിലെഴുത്തേ. എന്തെഴുത്തായാലും മനുഷ്യന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു കാര്യമില്ല. അല്ല, പോകുന്നില്ലേ? ഓ, ഞാനിപ്പോ എവിടെ പോവാനാ? നീ പോയിട്ട് വേണം ഞാൻ നടന്ന് ഉറങ്ങാൻ. നൈറ്റ് ഡ്യൂട്ടി ഇല്ലേ? ഇവിടെയാ നൈറ്റ് ഡ്യൂട്ടി. എന്നാ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട്. ഒന്നുമില്ല, ഇവിടെ പറഞ്ഞു. അല്ല, സുജാത ഞങ്ങളങ്ങ് പറഞ്ഞാ മതി. ആണോ? ശരി. കടക്കാരൻ മരിച്ച ലക്ഷണമാണ്. ഹലോ ചേട്ടാ. വരുന്നു. ഒരു പാക്കറ്റ് 555. 555 ഇവിടെ ഇല്ല. അയ്യോ, 555 കാണുമോ? അതും ഇല്ല. ഒരു പാക്കറ്റ് സിംഗിൾ 5 വാങ്ങി വെച്ചൂടോ? ശ്രമിക്കാം. അടച്ചിട്ട് മണലി വരാൻ പോടെ ഇറക്കാം. മുയലാളി 555 ഈ നാട്ടിലും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒരു സോഫ്റ്റ് ഡ്രിങ്ക്. ചില്ലറയില്ല. ബാക്കി താനെടുത്തോ. ഇതിന്റെ ബാക്കി കുടിച്ചോ. 100 രൂപ ഇങ്ങട്ടാ. ഈ 10 പിടിച്ചോ, അതിന്റെ ബാക്കി എടുത്തോ. തൊഴിലിറങ്ങായോ? ഞാനിന്ന് ലേശം വൈകി. അല്ല, 2-3 ദിവസമായിട്ട് അമ്പലത്തിലേക്കും കാണാറില്ലല്ലോ. ചാർജ് എടുത്തിട്ട് നാട്ടിലേക്ക് പോയിരുന്നില്ല. 2 ദിവസം ലീവ് എടുത്തു. പോരുമ്പോ അമ്മയും കൂട്ടി പോന്നു. അതുവോ? എന്നാൽ നിശ്ചയമായിട്ടും ഞാൻ വീട്ടിലേക്ക് വരണ്ടേ. അമ്മയൊന്ന് പരിചയപ്പെടണമല്ലോ. അല്ല, സാവിത്രമ്മയ്ക്ക് എങ്ങനെ നമ്മുടെ നാടൊക്കെ ഇഷ്ടമായാവോ? അസൗകര്യവും അലോഹ്യമൊന്നുമില്ലല്ലോ. ഓ, ഞാൻ മൂപ്പരെ കണ്ടിട്ട് വരാം. ഇനിയും വൈകിയാൽ ആ നമ്പൂരി നട അടച്ചു കളയും. എഴുന്നള്ളാൻ വല്ലാണ്ട് വൈകിയല്ലോ. ലേശം വൈകി. കുട്ടികളൊക്കെ പോയി അല്ലേ? ഇനി ദീപാരാധനയ്ക്ക് നോക്കാം. എന്നാ പിന്നെ വന്നേടം കൊണ്ട് ഭഗവാനെ തൊഴിൽ കളയാം. ഭഗവാനെ
അയ്യോ ഇതെന്ത് പറ്റി? എനിക്കെന്ത് പറ്റാൻ? അല്ല ഇത്ര നേരത്തെ കള്ളു കുടിക്കാൻ പോയില്ലേ? ഓ അതാണോ കാര്യം? ആ ഇന്ന് കാര്യമായിട്ടൊന്നും തടഞ്ഞില്ല. ആ വാസുവിനെയും കണ്ടില്ല. പിന്നെ ആ മുരുകനോട് കടം പറയാൻ എനിക്കൊരു മടി. ഞാൻ ഇങ്ങു പോന്നു. ആ മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു വിശേഷമില്ല അച്ഛാ. അച്ഛനൊന്നും കുടിച്ചിട്ടില്ല. ദാ 30 രൂപയുണ്ട്, പോയി കുടിച്ചിട്ട് വാ. പോരെ? മതി, ധാരാളം മതി. ഭാര്യയായാൽ ഇങ്ങനെ തന്നെ വേണം. അമ്മയ്ക്ക് എന്താ ഭ്രാന്തുണ്ടോ? എന്താടി? അച്ഛൻ ആദ്യമായിട്ടല്ലേ കുടിക്കാതെ വന്നിരിക്കുന്നേ. അപ്പൊ അതെ കാശ് കൊടുക്കുന്നു പോയി കുടിച്ചിട്ട് വരാൻ. ഓ കുടിച്ചില്ലെങ്കിൽ അങ്ങേരെ എന്തിനു കൊള്ളാം? എടീ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ആ മണം അടിച്ചാ ഞാൻ ഉറങ്ങിയിട്ടുള്ളത്. അതില്ലാതെ എനിക്ക് ഉറക്കം വരത്തില്ലടി. മനസ്സിലായോ? ഒരു ഉപദേശക്കാരി പൊയ്ക്കോ. കൊള്ളാം, നല്ല അച്ഛനും അമ്മയും. ഇതാരൊക്കെ പറഞ്ഞേ? കോളേജ് വിട്ട് വരിക? ശനിയായിരം മുടക്കാണല്ലോ. ഓ ഞാനത് മറന്നു. ആ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് മൂന്നമ്മേനോൻ, ഡോക്ടറാ. നമ്മുടെ വെറ്ററിനറി ഹോസ്പിറ്റലിലെ പുതുതായി ചാർജ് എടുത്താ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ചങ്ങാതിയാ. എവിടേക്കാ? അങ്ങനെ പ്രത്യേകിച്ച് എവിടേക്കും അല്ല, പോകാനൊട്ട് ധൃതിയില്ല. വിശേഷങ്ങളൊക്കെ വിസ്തരിച്ചറിഞ്ഞിട്ടേ പോണുള്ളൂ. വിസ്തരിച്ചു പറയാൻ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ 2 ദിവസം. ഓ പറഞ്ഞോളൂ, അതും ശരിയാ. എന്നാ പിന്നെ നാളെ സൗകര്യമായിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കളയാ. ശരി, വരട്ടെ. വരട്ടെ. ഏതാ കുട്ടികള്? കോലത്തെയാ? കോലത്തെ കുട്ടികളാച്ചാൽ ഞാൻ ഈ വഴി പിടിച്ച് സംസാരിക്കാൻ മെനക്കെടുവോ? ഇതൊക്കെ ഓരോ നമ്പറുകളല്ലേ. കിട്ടുന്നതൊക്കത്തിന് കൊളുത്തിയിടുക. എപ്പോഴാ ഇര വലിക്കാന്ന് ആര് കണ്ടു? ഇനി കൊളുത്താത്ത കുറ്റം കൊണ്ട് വലിക്കാണ്ടിരിക്കണ്ട. പല ദിക്കിലും കൊളുത്തിയാലേ ചില ദിക്കിലെങ്കിലും വലിച്ചു കിട്ടൂ എന്റെ മേന്നെ. ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. പോലീസ് വരുമോന്ന് അറിയണമല്ലോ. റോഡിലാണോ പാവരിച്ച് കിടക്കുന്നത്? പിന്നെ ഞാൻ വന്നത് എന്റെ വീട്ടിൽ കിടക്കണോ? പോടാ പുല്ലേ. എഴുന്നേക്കണം. എഴുന്നേക്കാം. പക്ഷെ താൻ എന്നെ അറസ്റ്റ് ചെയ്തതിന്റെ സ്വഭാവം പറഞ്ഞേ. എന്നെ അറസ്റ്റ് ചെയ്യുവോ? ഞാൻ പായി തല്ലനെ എടുത്തോളാം. ലോക്കപ്പ് ഇത് രണ്ടും ഇല്ലല്ലോ. ഗുഡ് മോർണിംഗ് സാർ. താങ്ക് യു വെരി മച്ച്. പൂട്ടിക്കോ. ഒരാഴ്ചത്തേക്ക് എന്നെ വിട്ടിട്ടേക്കണേ. ബുദ്ധിമാൻ. അപ്പൊ വാടകയില്ലാതെ താമസിക്കാമെന്ന് കരുതിയല്ലേ? അയ്യോ സാർ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ വേണേ വാടക തരാം. എന്നെ ഇവിടുന്ന് പുറത്തു വിടാതിരുന്നാൽ ഞാൻ വേണേ കൈക്കൂലിയും തരാം. ഞാൻ ഇവിടെ മനസ്സമാനോട്ടൊന്ന് കിടന്നോട്ടെ. സാർ നോർമൽ അല്ലെന്ന് തോന്നുന്നു. ഓ ഇറങ്ങി വാടേ. ഇങ്ങനെ അനുസരണയുള്ള ഒരു കുറ്റവാളിയെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. ഞാൻ വേണേ നിങ്ങളുടെ കൂടെ ഇവിടെ എർത്തായിട്ട് കൂടിക്കൊള്ളാം. ശമ്പളവും വേണ്ട, കിമ്പളവും വേണ്ട. ഫ്രീ 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 അല്ലേ സാർ? അത് കിടന്നോട്ടെ. നീ എന്തിനാണ് റോഡിൽ പാവരിച്ചത്? പരവതാനി ഇല്ലായിരുന്നു, അതുകൊണ്ട് പായ് വിരിച്ചു. അതൊരു തെറ്റാ? വേണ്ടി വന്നാൽ ഞാൻ ഇനി ജംഗ്ഷനിൽ പാവിരിക്കും. തല്ലിക്കൊള്ളൂ സാർ. സാറിന്റെ കൈത്തെരിപ്പ് തീർത്തോളൂ. സാറിന്റെ ഡ്യൂട്ടി അല്ലേ സാർ? താനും തല്ലിക്കൊള്ളൂ, താനും തല്ലിക്കൊള്ളൂ. അതുകൊണ്ട് സന്തോഷം. എന്നെ ഇവിടുന്ന് പുറത്തു വിട്ടാൽ ഞാൻ 2 എണ്ണത്തിനെ കൊന്നു വീണ്ടും ഇവിടെ തിരിച്ചു വരും. വാട്ടർ ടാങ്ക് വിഷം കലക്കും, ട്രെയിനിന് ബോംബ് വയ്ക്കും, തന്റെ ഭാര്യയെ റേപ്പ് ചെയ്യും, തന്റെ മോനെയും കിഡ്നാപ്പ് ചെയ്യും. എന്നെ ലോക്കപ്പിൽ അടയ്ക്കും പ്ലീസ്. പറയുന്നു ഇവനകത്തിട്ട് അവൻ അണ്ടറിൽ തൂങ്ങും. ഊരിക്കളയാലോ? അതേ ഇട്ടിട്ടില്ല. വേണേ നോക്കി. സേലത്തെ ലോറി വന്നെങ്കിൽ ഇവനത് കേട്ടുവിട്. ഇടക്കിറക്കി വരണം. അകത്തിട്ട് പോയപ്പോൾ ശല്യം ഒഴിഞ്ഞു. ഞാൻ വരില്ല. എന്നെ ലോക്കപ്പിൽ. എത്ര നേരം ലെറ്റർ കൂട്ടിക്കൊണ്ടിരിക്കുന്നു? ഇതാ തീർന്നു. ഇനി എടുത്താമേ. താമി മാനേജർ വിളിക്കുന്നു. What is this? This is a letter. ഈ ലെറ്റർ ഒരു രോഹിണി അടിച്ചു വെച്ചെങ്കിൽ എന്തിനാണ് ചോദിച്ചത്?
പറയാലോ. അത് സാർ എന്റെ നക്ഷത്രമാണ് രോഹിണി. അപ്പൊ രാവിലെ അമ്പലത്തിൽ ആ നക്ഷത്രത്തിൽ ഒരു അർച്ചന കഴിക്കാൻ മറന്നുപോയി. അപ്പൊ ആ വിചാരത്തിൽ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് തോന്നിയാൽ കാണിക്കാൻ സാറിനിത്. സോറി സാർ. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. താങ്ക് യു. ഇല്ല സാർ. കോളേജിലെ വാച്ച്മാനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതും പോരാ, കോടതി വളപ്പിനകത്തിട്ട് പത്രക്കാരും വക്കീലന്മാരും തല്ലിച്ചതച്ചില്ലേ? സസ്പെൻഷനും സൽമാനും ഒക്കെ വാങ്ങിച്ചോട്ടെ. അതിനുവേണ്ടി പോലീസ് അസോസിയേഷന്റെ പേരിൽ രഹസ്യയോഗം കൂടാനോ പ്രതിഷേധിക്കാനോ എന്നെ കിട്ടൂല. നിങ്ങൾ എന്നെ പുറത്തായിക്കോ. ഞാൻ നിങ്ങൾ അസോസിയേഷൻ കണ്ടിട്ടൊന്നല്ല പോലീസിൽ ചേർന്നത്. പോയി പണിയോക്കണം അവിടുന്ന്. കേട്ടോ, ഇതുപോലെ മേലുദ്യോഗസ്ഥന്മാരോട് സംസാരിക്കാൻ കഴിവുള്ള ഒരു പോലീസ് SI കേരളത്തിലുണ്ടോ? ഇല്ല. ഉണ്ട്. അതാണ് അബ്ദുൽ ജബ്ബാർ. ജാക്കി ഞാൻ സാർ. യെസ് സാർ, കരണ്ട് തകപ്പിന് ഇടിച്ചു വന്നത് ഒരു കോൺഗ്രസ് കാറാണെന്ന് അയാളുടെ ശരീരത്തിലെയും വസ്ത്രത്തിലെയും ടയറിന്റെ അടയാളത്തിൽ നിന്ന് മനസ്സിലായി. ഇതെങ്ങനെ താൻ അറിഞ്ഞു? ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട് സാർ. ബ്ലഡി ഫൂൾ. ഞാൻ കാണുന്നതിന് മുമ്പ് ഈ റിപ്പോർട്ട് വായിക്കാൻ തന്നോട് ആര് പറഞ്ഞു? കൈ കിട്ടിയപ്പോ. കൈ കിട്ടിയാൽ എന്തും വായിക്കൂ? എന്തും വായിക്കില്ല. മംഗളം കന്യക മാത്രമേ പൂമ്പാറ്റ. പോകുന്നു. പോകാൻ. ഹലോ, ആ അപ്പുവാണ്. അമ്മണിക്കുട്ടിയാണോ? എവിടുന്നാ? ഹോസ്റ്റലിൽ നിന്നാ. ഇന്നെന്താ വളരെ ബിസിയാണോ? കളിയാക്കല്ലേ അമ്മണിക്കുട്ടി. ഉദയൻ തിയേറ്ററിൽ മോർണിംഗ് ഷോയ്ക്ക് 2 ടിക്കറ്റ് എടുക്കൂ. ഞാൻ വിചാരിച്ചു അമ്മണിക്കുട്ടി എന്നോട് പിണങ്ങിന്ന്. ഹേയ്, അത് അപ്പോഴേ മറന്നു. ആ, ഞാൻ തിയേറ്ററിൽ വരാം. ടിക്കറ്റ് എടുത്ത് ഞാൻ കാത്തു നിൽക്കാം. ഓക്കെ. എന്റെ അമ്മാവന്റെ മകനാണ് മോഹൻദാസ്, കോളേജ് ലെക്ചറാണ്. ഇത് അപ്പു, എന്റെ ഫ്രണ്ടാണ്. ഞാൻ 2 ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. 2 മതിയല്ലോ. അല്ല, അപ്പൊ പുള്ളിക്കാരന്റെ സിനിമ കാണണ്ടേ? വേണം. ഞാൻ പടത്തിന് വരുന്നില്ല, എനിക്ക് ഓഫീസിൽ പോകണം. ദാസേട്ടനാണെങ്കിൽ ഇവിടെ തീരെ പരിചയമില്ല. പിക്ചർ കഴിഞ്ഞിട്ട് ഒന്ന് ഹോട്ടലിൽ കൊണ്ടുവിടണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പുള്ളി പടം കാണട്ടെ, ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാം. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. പിന്നെ ഞാൻ വന്ന് പിക്കപ്പ് ചെയ്തോളാം. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ലീവ് എടുക്കാം. ഞാനും ദാസേട്ടനും കൂടെ പടം കണ്ടോളാം. അപ്പൊ അമ്മണിക്കൂട്ടൊരു ലീവ് വെറുതെ കളയണ്ടേ? അത് വേണ്ട, ഞാൻ കൂടെ കൂടിക്കോളാം. മടിക്കണ്ട, ഇനിയും എന്ത് വേണേലും പറഞ്ഞോ. പൊതുവെ വൈറ്റമിൻസ് കുറവുള്ളവനാണ് നീ. മുമ്പിലിരിക്കുന്ന കഴിക്കട്ടെ, പിടിക്കല്ലേ? ആ, അതിരിക്കട്ടെ. ഇന്ന് പതിവില്ലാതെ മുതലാളിക്ക് എന്താ ഇത്ര സ്നേഹം? നിന്നെ വിശ്വസിച്ച് വലിയൊരു രഹസ്യം ഞാൻ പറയാൻ പോവാണ്. ആ രഹസ്യം പുറത്ത് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ മുഴുവൻ നിന്റെ വയറ്റിനകത്താക്കുന്നത്. ഏത് രഹസ്യവും ഇരുചെവി അറിയാതെ സൂക്ഷിക്കാനുള്ള ഒരു അപാര ശക്തി പാരമ്പര്യമായിട്ട് എനിക്കുണ്ട്. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്. മുതലാളി ധൈര്യമായിട്ട് പറഞ്ഞോ. ഞാൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന വീടായി ഇപ്പൊ പോലീസ് സ്റ്റേഷൻ ആക്കിയത്. അവിടെ മച്ചിന്റെ മുകളിൽ വിലപിടിപ്പുള്ള ഒരു സാധനം ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് എടുക്കാൻ ഗോപാലൻ എനിക്കൊരു മാർഗം പറഞ്ഞു തരണം. നീ ബുദ്ധിമാനല്ലേ? അത് മുതലാളിക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ മൊത്തത്തിലുള്ള സെറ്റപ്പ് കണ്ടാൽ അറിയാം. ഉള്ളു വളഞ്ഞു മെലിഞ്ഞവൻ എന്നാൽ പാതി ശരീരം ബുദ്ധിയാണെന്നാണ് വെയ്പ്പ്. വെയ്പ്പ് അവിടെ ഇരിക്കട്ടെ. എനിക്കിപ്പൊ മനസ്സിലായി. മുതലാളിക്കപ്പൊ മോഷണമാണല്ലേ പണി. എനിക്ക് വിഷമമൊന്നുമില്ല. ശമ്പളം തരുന്നവൻ എരപ്പാളി ആയാലും അതെന്റെ മുതലാളിയാ. ആണേ, അങ്ങനെയാണെ സാധനം എടുക്കാൻ എനിക്കൊരു വഴി പറഞ്ഞ. അതിനൊരു വഴിയേ ഉള്ളൂ. മുതലാളി മനഃപൂർവ്വം ഒരു പോലീസ് കേസ് ഉണ്ടാക്കണം. അവര് പിടിച്ചകത്താക്കുന്നു. പിന്നെ സംഗതി എളുപ്പമല്ലേ? മുതലാളി ഒരു ഇറച്ചിയോട് ഓർഡർ ചെയ്യല്ലേ? ഓർഡർ ചെയ്യാം. നീ നാളെ തിന്നെ. അത് മുതലാളി
എന്റെ പൊന്നു സാറേ, പട്ടിണി കിടന്ന് നട്ടം തിരിഞ്ഞു. 3-4 കൊല്ലമായിട്ട് ഞാൻ ഇന്റർവ്യൂവിന് പോകാത്ത ഒറ്റ ദിവസവും ഇല്ല. സാറിന്റെ മുമ്പിൽ തന്നെ ഇത് 7-ാമത്തെയോ 8-ാമത്തെയോ തവണയാണ്. ഇത്തവണയെങ്കിലും എന്നെ തെരഞ്ഞെടുത്തില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന് നഷ്ടപ്പെടാൻ പോകുന്നത് കാര്യപ്രാപ്തിയും ആത്മാർത്ഥതയും ഉള്ള ഒരു ചെറുപ്പക്കാരന്റെ വിശ്വസ്ത സേവനമായിരിക്കും. എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വിലപ്പെട്ട എന്റെ ജീവനുമായിരിക്കും. മിസ്റ്റർ കെ പി അപ്പുനായർ. സാർ, സന്തതം അന്ധകാരങ്ങൾ തോന്നിടുവാ അന്ധബന്ധം പുനരന്തൊരു സാഹസം കൃഷ്ണ അന്തരാ നീ നിരൂപിച്ചിതു മാനസേ അമ്മേ ഭവതി കുളിപ്പതിനായുടൻ എന്താ വേളം? എന്റെ ബാറ്റിംഗ് ബാറ്റ് ചെയ്യുന്നില്ല. ഇല്ല പപ്പ, ഞാൻ ഔട്ടായിട്ടില്ല. ഇല്ല പപ്പ, അവൻ കള്ളം പറയാ. LPW. ശരിയാ ശരിയാ, കൊടുക്കടാ. വേളമൊക്കെ അവിടെ നിന്ന് കളിച്ചോണം, അല്ലെങ്കിൽ എല്ലാത്തിനെയും താൻ വായിക്കടൂ. കാക്കയെന്നുള്ളതിങ്ങാഗ്രഹമെപ്പോഴും രാപ്പകലേറ്റം രണ്ടു ദിവസത്തിനകം തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുപോയതാ. ആഴ്ച 1 കഴിഞ്ഞു. ഒന്നും തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ടാവില്ല. അവരോട് തന്നെ ഒന്ന് പറഞ്ഞേക്ക്. ഇതോ ഇതൊരു സാധന. ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയാണോ അതോ? അല്ല, ഞാൻ തന്നെ തേച്ച് മിനിക്കിച്ച. എന്നാ അടുത്തടുത്ത് ഞാൻ വെച്ചേരെ പത്തിരായിട്ട്. എന്താ അപ്പൂപ്പ ഇത്? അതോ, അത് രാക്ഷസന്റെ തൊപ്പിയാ. ആനയ്ക്ക് വെള്ളം കൊടുക്കുന്നതല്ലേ, എന്നിട്ടാ രാക്ഷസന്റെ തൊപ്പി. അപ്പൂപ്പിന്റെ തൊപ്പിയാ. താമായിക്കണോ? കേൾക്ക മാതാവേ നിനയാത്തതോർക്കരുതാർക്കും അതിന് പാപം ഫലമായി വരും. മേൽക്കുമേലൊക്കെയും ആക്കമോടന്വഹം കാക്കയെന്നുള്ളതിങ്ങാ. ഈ അവധിക്കാലത്തെ ഇറക്കുമതി നിന്നെയാടാ സഹിക്കാൻ വയ്യാത്തത്. ഇനി ഈ കുന്തം വെച്ച് നീ കളിക്കുന്ന ഞാനൊന്ന് കാണട്ടെ. മനുഷ്യന്റെ പുറത്താ പന്ത് കളിക്കുന്നത്. ഊരിന്നകരികൾ. ആഗ്രഹമിപ്പോഴും ആഗ്രഹമിപ്പോഴും. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച് സാർ. ഞാൻ നാളെക്കുട്ടൻ നായർ. എന്താണ് നിന്റെ പേര്? പൊട്ടന ചോദിച്ച ചെവി കേൾക്കില്ലേ? പ്രകാശ്. വെറും പ്രകാശോ അതോ അതിന്റെ കൂടെ പല വാലുണ്ടോ? രവിപ്രകാശ്. തരക്കേടില്ലോടാ, നല്ല സ്റ്റൈലൻ പേര്. നിന്റെ ഈ കോലത്തിൽ നോക്കി ഇത്രയും നല്ലൊരു പേര് വിളിക്കാൻ നിന്റെ തന്തയ്ക്ക് തോന്നിയല്ലോ. ഒറ്റയ്ക്കിരുന്ന് സിനിമ കാണാൻ വലിയ വിഷമാണല്ലേ? അതൊരു പുതിയ അസുഖമാണല്ലോ. തന്തയും തള്ളിയും ആവശ്യത്തിൽ കൂടുതൽ പണം അയച്ചതിന്റെ പൊളപ്പാണല്ലേ? സാർ, ഞാനങ്ങനെ സാറ് കരുതുന്ന പോലെ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. പെമ്പിള്ളേരെ കുപ്പിലിറക്കണ ലൈക്ക് ദാറ്റ് നമ്പർ ഉണ്ടല്ലോ, അതിവിടെ വേണ്ട. ഇത് പോലീസ് സ്റ്റേഷനാ, മനസ്സിലായോ? ഓ സാർ. തഹസിൽദാരുടെ മോള്, വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മോള്, മഷേന്റെ മോള്, പിന്നെ ആരൊക്കെയാണ് നിന്റെ ലിസ്റ്റില്? പറ കേക്കട്ടെ. നിൽപ്പും മട്ടും കണ്ട പഞ്ച പാവം ഇല്ലോട് നാളെക്കൂടുന്നേര്. ഇക്കണക്കിന് എനിക്ക് പെങ്കൊച്ചുണ്ടായിരുന്നെങ്കിൽ അതിനെ വിളിക്കില്ല സിനിമയ്ക്ക്. നാളെക്കൂടുന്നേരെ താൻ പോയി സ്വല്പം നല്ലെണ്ണം കൊണ്ടുപോവാ.
എണ്ണ ഉരുട്ടാതെ ഒന്ന് തല്ലിയ എന്റെ കൈ കൊടുക്കും. സാർ ഞാൻ ധൃതി വെക്കാതെ പ്രകാശേ, എണ്ണ വന്നോട്ടെ. എന്താണ്ടാമസേ നിനക്കിന്ന് വല്ലാത്തൊരു സന്തോഷം. ആ പെണ്ണുമ്പിള്ള ലീവിൽ വന്നിട്ടുണ്ടാവും അല്ലേ? അത് കൊള്ളാം. എന്ത് പറഞ്ഞാലും അവന് ഇളിയ. ആ ഭദ്രകാളിയുടെ മുമ്പിൽ ഇളിച്ച് അവനിപ്പോ ഇതൊരു പതിവായി. കള്ളനെ കണ്ടാലും അവന് ഇളിക്കും. ഒരു അക്കിടി പറ്റി. പ്രകാശനില്ലേ ഗൾഫിലുള്ള രാഘവന്റെയും ഭദ്രയുടെയും സന്തതി. ആ പ്രകാശൻ, അവനെന്താ പറ്റിയേ? വേണ്ട, കുഞ്ഞന്നാമ്മ ചേർത്തി അറിഞ്ഞാൽ ഗുരുമാരാവുമെന്ന് ഞാൻ അപ്പോഴേ സയോട് പറഞ്ഞോ. പേരോ പിള്ളേർ കമന്റ് അടിച്ചെന്നോ സിനിമയ്ക്ക് വിളിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞ് പെറ്റി കേസിന് കസ്റ്റഡി എടുത്ത് അകത്ത് കൊണ്ടുവരിക. റാഫേല് കുട്ടി പറഞ്ഞിട്ടോ പ്രകാശനെ കസ്റ്റഡിയിൽ എടുത്തുന്നോ? റാഫേല് കുട്ടി അത്രയ്ക്കായോ? ഞാൻ ഇടിച്ചിട്ടില്ല, പിന്നെ എന്താ കരയണേ? ഇങ്ങനെ കയ്യിൽ കിട്ടും. ആ പിന്നെ കാലായി തുടങ്ങി കേട്ടാ. പിന്നെ അതെ കിട്ടും. ആ എണ്ണ പോരാ. അപ്പൊ മാറിക്കാണാ ഞാൻ പറഞ്ഞത്. തള്ളോട് മാറിക്കാണാ പറഞ്ഞത്. ഇവനൊക്കെ കാണിച്ചു കൂട്ടുന്ന അക്രമങ്ങൾ തള്ളയ്ക്കലും ഇവരുണ്ടോ? എനിക്ക് വേണ്ടപ്പെട്ടവരെ സ്റ്റേഷനിൽ കയറ്റി മരിച്ചുപോയെന്നെ തന്തക്കന്നാലില്ലേ ഏട് മീശവറാൻ എന്റെ ഭർത്താവ് അയാൾ പോലും പെരുമാറിയിട്ടില്ല. പിന്നെ നീ പ്രകാശ് കുഞ്ഞെ പോണ വഴിക്ക് ആ മൈമൂണില് കേറി ഒരു ടിക്കറ്റ് ന്യൂഷോയ്ക്ക്, പിന്നെ ലുലുവില് കേറി മാറ്റിനിക്കൊരു ടിക്കറ്റ്. ഇത് രണ്ടും കാശ് കൊടുത്ത് മേടിച്ച് ആ കാന്റീനിൽ കൊടുത്തേക്ക്. ഞാൻ വരുമ്പോ തരണെന്ന് പറയും. അതെന്താ പറ്റി? ബോക്സിന്റെ ടിക്കറ്റ് തന്നെ എടുത്തു കൊടുത്തേക്കാം. ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ക്യാൻറ്റീനിൽ പറഞ്ഞ് ഏൽപ്പിച്ചേക്കാം. ബാക്കി കാശുണ്ടെങ്കിൽ തള്ളക്ക് ശവപ്പെട്ടി മേടിച്ചു കൊടുക്കണം. അടിച്ചതിനെ ശരിയാക്കൂടെ ഞാൻ. എന്റെ പൊന്നുമോ പോയി പോയി. ഇതിലെന്തമ്മേ കൂട്ടാൻ? മീൻ കൂട്ടാനാ? അല്ലട മോനെ ഇറച്ചി കൂട്ടാനാ. മിന്നി ഒളിച്ചിന്നി ചിന്നി വരും താരക പൂത്തിരി കത്തുന്നിത ഒരു പൊന്നോണം മിന്നിന്റെ വൈകുന്നേരമായി കഴിഞ്ഞ മിന്നി മിന്നി പോണ്ടറങ്ങി. ഒരു പൊന്നോണം ആരിത്? ലതാ മങ്കേഷ്കറാ? എന്താണ് നിന്റെ ഇടുപ്പിലൊരു പൊതി മുളച്ചിരിക്കണേ? ഏതള്ളേ, എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കുത്തിയെന്നുണ്ടല്ലോ. ആവശ്യമില്ലാത്ത കാര്യം ഇടപെടരുത്. വെറുതെ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ വേണ്ടി. മക്കളെ, കള്ളാണെങ്കിൽ ഒരു തുള്ളി താണെനിക്ക്. എന്താ ചേട്ടാ താമസിച്ചതോ? ഡോക്ടർ പോണം, നേഴ്സുമാര് പോണം, പിന്നെ നിന്റെ ഈ കൂട്ടുകാര് മുഴുവൻ ഉറങ്ങണം. എന്നിട്ട് വേണം എനിക്ക് കുന്തമായിട്ട് ഇങ്ങോട്ട് വരാൻ. നിനക്ക് വേണ്ടി കുറെ കാലമായടാ ഞാൻ ഈ ത്യാഗം ചെയ്യാൻ തുടങ്ങിയിട്ട്. കൊണ്ടുവരുന്ന മുഴുവനും ചേട്ടൻ തന്നെയല്ലേ കുടിക്കുന്നത്, പിന്നെന്തോന്ന് ത്യാഗം? വീട്ടിൽ നിന്ന് അയച്ചു തന്ന കാശെല്ലാം തീർന്നു. ലക്ഷറി ആയിട്ട് പ്രാന്താശുപത്രി കഴിയണമെങ്കിൽ കാശ് വേണം. കാശില്ലാഞ്ഞിട്ടാണോ ചേട്ടന് ഭ്രാന്തില്ലാഞ്ഞേ? എനിക്ക് ഭ്രാന്തില്ലെന്ന് ആരാടാ പറഞ്ഞത്? തെണ്ടി. അതാരാ? മോനെ കൃഷ്ണ, നിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നിനക്കറിയാവോ? ഭഗവാന്റെ സ്ഥിതിയല്ലേ, ആ അവസ്ഥ ആർക്കും പറയാൻ പറ്റത്തില്ല. അല്ല, ആർക്ക് പറയാൻ പറ്റും? അതല്ല ഞാൻ പറഞ്ഞ നിന്റെ സ്ഥിതിയെ പറ്റിയാ. എന്തറിയാവോ? ഞാൻ പറഞ്ഞുതരാം. കൊരങ്ങെന്ന് കേട്ടിട്ടുണ്ടോ? ഏട്ടാ, മങ്കി, ഭ്രാന്ത് പിടിച്ച മങ്കി അത് കള്ളും കുടിച്ചു. കള്ളു കുടിച്ച മങ്കിയുടെ വാലയിൽ ഒരു തേളും കുത്തി. അതാ ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ. ചേട്ടാ, ഒന്ന് മുറുക്കണമല്ലോ. നീ ആകെ കഴിഞ്ഞെടുക്കല്ലേ, ഞാൻ മുറുക്കി തരാം.
പോയി കയറി വാങ്ങാ. ഗുഡ് നൈറ്റ്. ആ അല്ല നിക്ക് നിക്ക്, ബാക്കി കാശ് എന്താ? ഉറക്കം വന്നതാ. ഓ, ഇങ്ങനെയാണോ ദൈവമേ ഉറക്കം വരുന്നത്? അയ്യോ, ഗുണം കണ്ട പിന്നെ മുട്ട കഴിച്ച ഉടനെ കയ്യിലേക്കല്ലേ ഇറങ്ങി വന്നു. ഒന്ന് പോടെ. കണ്ടതൊക്കെ വലിച്ചു വാരി തിന്നോ. ഇപ്പൊ തന്നെ മാക്കാന്തവളുടെ വിട്ടാണ് ഇരിക്കണത്. അയ്യോ, ഇതെന്താ ഭൂമിയിലിപ്പോ? എനിക്ക് പാടേ. നിർത്തറ. അമ്മച്ചി വാടക 2 ദിവസം ഞാൻ തരാം. വാടക അവിടെ നിൽക്കട്ടെ. നിങ്ങൾ 3 തടിമാരി കൂടി ചാടി തുള്ളിയാലേ ഇത് ഇടിഞ്ഞ് താഴെ വീഴും. എന്റെ പൊന്ന് ഭാർഗവിക്കുട്ടി, നിന്റെ അമ്മേനെ നീ പേരാണ് വിളിക്കുക? എന്റെ പൊന്ന് ഭാർഗവിക്കുട്ടി അമ്മേ എന്ന് വിളിക്കാൻ വരുമായിരുന്നല്ലേ? അതിന് മുഴുവൻ വിളിക്കാൻ സമ്മതിക്കണ്ടേ? എടാ, നിന്നെ എനിക്ക് നന്നായിട്ട് അറിഞ്ഞൂടെ? നീ ഇവിടെ കിടന്ന് ചാടി കളിക്കുന്നതിൽ എന്തെങ്കിലും ദുരുദ്ദേശം കാണും. അയ്യോ അമ്മച്ചി, ഞങ്ങൾ എക്സർസൈസ് ചെയ്യായിരുന്നു. ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം അതല്ലേ. എന്നാ പിന്നെ ലൈഫ് ബോയ് സോപ്പിട്ട് കുളിച്ചാ പോരടാ ശവി. ദേ, ഇങ്ങനൊന്നും ഇവിടെ കിടന്ന് ചാടി കളിക്കാൻ പറ്റില്ല, മനസ്സിലായ? ദേ, ആ എങ്ങനെ ഉണ്ടായിരുന്നു? അഭിനയം കലക്കി, പക്ഷെ ലേശം ഓവറായൊന്നൊരു സംശയം. ഏതായാലും വട്ടാണെന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് ഇനി സംശയമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. പട്ടാളക്കാർ അന്വേഷിച്ചു വന്നാലും ജനം ഇനി അതേ പറയൂ. ഇതേ തീക്കൊള്ളി കൊണ്ട് തലയെറിയുന്ന പോലെ. ഇനി പുറത്തിറങ്ങിയുള്ള അഭിനയം നിർത്ത്. ആ കേശവക്കുറുപ്പിന് നിന്നോട് നല്ല ദേഷ്യമുണ്ട്. ഏതായാലും അവനെ ലാത്തി വെച്ച് 4 പൂശി പൂശാൻ പറ്റി. ആ പൂശ് പോരായിരുന്നു. പേടി തൊണ്ടനാ നോണയൻ. എന്ന് തീർത്തു പറയാൻ പറ്റുമോ? നീ പേടിക്കാതെ. എന്തിനും ഏതിനും പോന്നവനായി ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. സൂര്യന് താഴെയുള്ള ഏത് പ്രശ്നം ഞാൻ പരിഹരിക്കും. അതാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പേടി. എടാ, ഒരു സാധാരണ മനുഷ്യന് ഭ്രാന്ത് പിടിക്കാൻ നിന്നെ പോലെ ഒരുത്തിന് സാർ മാത്രം മതിയല്ലോ. വിശക്കുന്നു വാ, വല്ല ഞണ്ണാം. കാശില്ല. വട്ടല്ലടാ കയ്യിരിക്കുന്നത്. പേടിക്കാതെ വാ. വിടുവേലപ്പാ. അടക്കടക്ക, എനിക്ക് പഴം വേണം. അയ്യോ ഉപദ്രവിക്കുവോ? ഇല്ല, കരിങ്കല്ലെടുത്ത് എറിയും. അയ്യോ വേണ്ട, ഒന്നും ചെയ്യല്ലേ. എന്താ വേണ്ടെന്ന് വെച്ചാ മേടിച്ച് കഴിച്ചോട്ടാ. 2 ഗ്ലാസ് പാലെടുക്കൂ, കഴിക്കാൻ എന്തെങ്കിലും. എന്തുവാടോ നോക്കിയിരിക്കുന്നത്? പോയി എടുത്തു വെക്കണോ. മണ്ടന്മാരായാൽ അല്പമെങ്കിലും ബുദ്ധി വേണം. അത് വേണം. വെറും കൈയോടെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഈ നാട്ടിൽ പോലീസുകാരൻ വിചാരിച്ച പലതും നടക്കും. അതെ. FIR എന്ന് കേട്ടിട്ടുണ്ടോ? AR കേട്ടിട്ടുണ്ട്. ആരടാ? ഊളമ്പാടെന്ന് കേട്ടിട്ടുണ്ടോ? ഇവിടെ വാ, ഇവിടെ വരാൻ. ഇങ്ങനത്തെ അസുഖമുള്ളവന്മാരെ അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം, മനസ്സിലായോ? അല്ലെങ്കിൽ വീട്ടിൽ പൂട്ടിയിടണം. അല്ലാതെ നടു റോട്ടിൽ മേയാൻ വിടരുത്. ഇവനെ കുറിച്ച് എനിക്ക് പല കംപ്ലൈൻസും കിട്ടുന്നുണ്ട്. മേലിൽ എന്തെങ്കിലും കംപ്ലൈൻസ് ഇവനെ കുറിച്ച് കിട്ടിയാൽ ചവിട്ടി നട്ടലൊഴി ഞാൻ. ഇവന്റെ അല്ല, നിന്റെ. വീട്ടിൽ പോടാ, വീട്ടിൽ പോ. അയ്യോ, സൈക്കിള്, സൈക്കിള്. BAR ബീർ. സോറി. 2 ലാർജ്. 2 ലാർജ് റം. സാർ, 2 ലാർജ്. ഒരു സ്മോള്. ഇതൊന്ന് കൊടുത്തിട്ട് വരട്ടെ. സോഡ ഒന്ന് പൊട്ടി. ഓ, ഒരു സ്മോൾ അല്ലേ സാർ? 2 ലാർജ്.
സോഡ ഒഴിക്കണോ? ബിയറിന്റെ കൂടെ ആരെങ്കിലും സോഡ ഒഴിക്കണോ? ബെസ്റ്റ് അല്ലേ? വേറെ തരാം തരാം, ബഹളം വെക്കല്ലേ. ഇവിടെ ഇരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളതല്ലേ? എന്താ വേണ്ടേ? ഒരു നാട് വിസ്കി. മതി വേട്ടെ, വലിയ ഉപകാരം. സാർ ബില്ല്. താങ്ക് യു. കാശ് കൊടുത്തിട്ട് പോണം. 245 രൂപ 50 പൈസ. ആരാ നിങ്ങളാരാ? കണ്ടറിഞ്ഞൂടെ? എന്നെയും കണ്ടാൽ അറിഞ്ഞൂടെ? നോക്കിയിരിക്കാവുന്ന കഥ ഉറക്ക. ഒരു ജീവച്ഛവൻ തന്നെ. നിക്കടവിടെ. എങ്ങോട്ടാണെന്ന് മനസ്സിലായില്ല. കൂടുതൽ മനസ്സിലാവണമെങ്കിൽ അകത്തൊരു സ്ത്രീയുണ്ട്. CM-ന്റെ മിസ്സിസ്, ഭാര്യ, എന്റെ പെങ്ങളാ. അണ്ടർസ്റ്റാൻഡ്? സാറിനെ മനസ്സിലായില്ല, അതുകൊണ്ടാ പറഞ്ഞേ. എടോ, മന്ത്രിയുടെ ആൾക്കാർ ആരൊക്കെയാണെന്നും ബന്ധുക്കൾ ആരൊക്കെയാണെന്നും ഒരു പാറാവ് വരെ അറിഞ്ഞിരിക്കണം. അല്ലാതെ വെറുതെ ഇങ്ങനെ തോക്ക് നീട്ടിപ്പിടിച്ച് നിന്നോണ്ട് യാതൊരു കാര്യവുമില്ല. എത്രാം ക്ലാസ് വരെ പഠിച്ചു? 5ാം ക്ലാസ്സും ഗുസ്തിയാണോ? ഈ ഉടുപ്പിടുമ്പം 10ാം ക്ലാസ് ആയിരുന്നു. പ്രീ ഡിഗ്രി, BA, പിന്നെ ഒരു MA. MA ആണെങ്കിലും വിവരമില്ലല്ലോടോ. കാശ് കൊടുത്ത് മേടിച്ചടാ. നമ്മുടെ വിവരത്തെ പറ്റി ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മെയ്യനങ്ങാതിന് എന്നൊരു വകയിലെളിയൻ കൂടെ കൂടെ വലിഞ്ഞു കയറി വരാറുണ്ടെന്ന്. വകയിലെളിയൻ? അയ്യോ, പോക്കരത്തരം പറയരുത്. പോക്കരത്തരം പറയാൻ ഒരു MA-കാരനും ആരും അച്ചാരം എഴുതി തന്നിട്ടില്ല. ആരാടോ വലിഞ്ഞേറി വരുന്നത്? ഞാനോ അതോ എന്റെ പെങ്ങളോ അതോ അവളെ കെട്ടി നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ? ആരാടോ വലിഞ്ഞേറി വരുന്നത്? നാളെ നേരം വെളുക്കും താൻ സുൽത്താൻ ബത്തേരിയിലിരിക്കും, ടിപ്പു കോട്ടയ്ക്ക് കാവൽ. ഓക്കെ, നിക്കണോടെ. പെർമിഷൻ വാങ്ങിച്ചോണ്ട് പോയാൽ മതി. അതെ, പെർമിഷൻ വാങ്ങിച്ചോണ്ട് തന്നെ പോവും. പറവേട്ടാ, ഫോൺ അവിടെ വെക്കുക. ഇത് കളിക്കാനുള്ളതല്ല, തമാശ എനിക്കല്ലേ. ഇങ്ങോട്ട് വന്നേ. മന്ത്രി ഫാമിലിയായിട്ട് കഴിയല്ലേ, രാത്രി ശല്യപ്പെടുത്തണ്ട. നേരത്തെ ഞാനത് ഓർത്തില്ല. ആരെങ്കിലും വന്നാലേ ഞാൻ അകത്തില്ല പുറത്താണെന്ന് പറഞ്ഞേക്കും. കടപ്പുറത്തെങ്ങാനും മന്ത്രി മന്ദിരത്തിന്റെ പരിസരമല്ലേ, കൊതുകെ കാണും. ചെളും കൂടെ വാ. പൂഞ്ചോലപ്പടവിൽ നിന്റെ പാദസരം കുലുങ്ങിയല്ലോ, പാലൊളി ചന്ദ്രികയിൽ നിന്മന്ദഹാസം കണ്ടുവല്ലോ, പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ, പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമായി എന്റെ കണ്ണിൽ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ. നീ ഓടിക്കോ, ഞാൻ ഓട്ടോറിക്ഷ വരാം. അതെടുത്തോണ്ട് വാ, ഞാൻ പോട്ടെ. കൃഷ്ണ, അവരെ എന്നെ കണ്ടിട്ട് പിടിക്കാതെ പോയാ. നീ ഓടാ, അവിടെ ഒരുത്തനെ പിടിക്കാൻ പോകുമ്പോഴാണ് കുശലം പറച്ചില്ല. ഓടാ, പിടിച്ചോണേ.